നമുക്കറിയാം 2016 നവംബർ 8-ാം തീയതി 8 മണിക്ക് ട്രോളർമാർ പ്രധാനമായിട്ടും പറയുന്ന 8ന്റെ പണി തന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഈ രാജ്യത്തിന് സമ്മാനിച്ചത്. പൊതുവായിട്ട് നമ്മൾ ട്രോളന്മാരെന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പം ഒരു ഇതായിട്ടുണ്ട്. കാരണം കൽക്കട്ടയിൽ നിന്ന് നമ്മൾ വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറായ ടെലിഗ്രാഫ് പോലും ട്രോളിന്റെ ലൈനിലേക്ക് അവരുടെ എനിക്ക് തോന്നുന്നത് പിന്നെ മുഖപ്രസംഗങ്ങളും ഈവൻ ഫ്രണ്ട് പേജ് പോലും കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും വളരെ വളരെ ആധികാരികമായി വളരെ സീരിയസ് ആയിട്ട് വാർത്തകളെ കാണുന്ന ഒരു പത്രമാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ വായിക്കാൻ ശ്രമിക്കുന്ന തലക്കെട്ടുകളെങ്കിലും മുടങ്ങാതെ നോക്കാൻ ശ്രമിക്കുന്ന ഒരു പത്രമാണ് ടെലിഗ്രാഫ്. അതുപോലത്തെ ഒരു പത്രമാണ് ഹിന്ദു. ഇപ്പൊ ടെലിഗ്രാഫില് പലരും പറയുന്നത് ട്രോളന്മാരാണ് അതിന്റെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് വരുന്നത്. കാരണം രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ അവസ്ഥ പ്രതിപാദിക്കാൻ ഇതിനേക്കാളും നല്ലൊരു മാർഗമില്ല എന്നുള്ളൊരു തിരിച്ചറിവിലായിരിക്കണം ഒരു പക്ഷെ അവർ അങ്ങനെ പല വാർത്തകളെയും അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. 5 വർഷമായിട്ട് മാത്രമല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് 2007 ഇനിയിപ്പോൾ 8-ാം വർഷത്തില് 2014 മുതൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പോക്ക് എങ്ങനെയാണ്? അത് 14 എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള ഒരു 5 വർഷത്തിന്റെ തുടർച്ചയായി. അപ്പൊ ഇതെങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ പൊതുവായിട്ട് പിന്നോട്ടടിക്കുകയോ മുന്നോട്ട് കൊണ്ടുപോയോ എവിടെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊരു വിശകലനം ഈ ചെറിയ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഉള്ള സംസാരത്തിനകത്ത് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞാൻ ഈ നവംബർ 8-ാം തീയതി നടത്തിയ ഈ പ്രത്യേക അനൗൺസ്മെന്റ്, അതിനകത്ത് ചില ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. അന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൽ ചർച്ച ചെയ്യാത്ത ചില ഒബ്ജക്റ്റീവ്സ് കൂടിയുണ്ട്. 3 ഒബ്ജക്റ്റീവ്സ് നമുക്കറിയാം. ഇത് കള്ളപ്പണം പിടിക്കാനാണ്, അല്ലെങ്കിൽ കള്ളനോട്ട് പിടിക്കാനാണ്, അല്ലെങ്കിൽ കൗണ്ടർ ടെററിസം ആക്ട് ആയിട്ട് ഇതിനെ കാണാം മുതലായ ചർച്ചകളായിരുന്നു മെയിൻ സ്ട്രീമിൽ അന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഓരോന്നിനെയും നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ നമുക്കറിയാം ഏകദേശം 1.5 വർഷം ഇതിന്റെ എഫക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പിടിച്ചു കുലുക്കി എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2016 നവംബർ മുതൽ 18 നവംബർ ആയിട്ടില്ല, 18 സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ ഉള്ള മൊത്തത്തിലുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളർച്ചയെ അല്ലെങ്കിൽ ഒരു പ്രകടനത്തിന് തന്നെ സാരമായിട്ടിത് ശൃംഖീകരിപ്പിച്ചു എന്നുള്ളതാണ് അന്ന് വരെയുള്ള ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അതിനുശേഷം ഒരു റിസർജൻസ്, ഒരു ചെറിയ മുന്നോട്ട് പോക്കുണ്ടായി. പക്ഷെ ആ മുന്നോട്ട് പോക്ക് എത്രത്തോളം സ്ഥായിയായി എന്നുള്ളത് തൊട്ട് 1.5 വർഷത്തിന് ശേഷം കോവിഡ് വന്നപ്പോഴുണ്ടായ ഒരു പ്രശ്നം. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതം പലപ്പോഴും ഈ സ്പിൽ ഓവർ ഇഫക്റ്റ് എന്ന് പറയുന്ന പോലെയാണ് പല മേഖലയും 2019-20 വർഷത്തിലാണ് ബാധിച്ചത്. അപ്പം ഇതൊരു രക്തചംക്രമണ വ്യവസ്ഥ പോലെയാണ് സാമ്പത്തിക മേഖല. പ്രത്യേകിച്ച് അതിന് പണമാണ് പ്രധാനമായിട്ട് അതിനെ നയിക്കുന്ന ഒരു പ്രധാന ഘടകം. അപ്പോൾ പണത്തിനെ എവിടെയെങ്കിലും തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ആ ഒരു ചംക്രമണ സിസ്റ്റം സൈക്കിളിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. കുറച്ച് അധികമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഇതിലെ ഡിമോണിറ്റൈസേഷൻ എങ്ങനെയാണ് പണം എന്ന് പറയുന്ന സംവിധാനത്തിനെ അഫക്റ്റ് ചെയ്തത് നമുക്ക് പരിശോധിക്കാം. പൊതുവായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ സെക്ടറിനെ കാണുന്നവർ 3 തരത്തിലുള്ള ഒരു മാധ്യമമാണ് മാധ്യമത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. M1, M0, M1, M2 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലിക്വിഡ് ക്യാഷ്, മറ്റത് നമുക്കറിയാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് അങ്ങനെയുള്ള സാധനം വരുന്ന M2, M1, പിന്നെ ബ്രോഡ് മണി എന്നറിയപ്പെടുന്ന ഇതെല്ലാം ചേർന്ന ഒരു സംവിധാനം. ഇതാണ് മൊത്തത്തിൽ ഒരു സമ്പദ്ഘടനയെ നയിക്കുന്ന നേരത്തെ പറഞ്ഞ രക്തം. രക്തത്തിന് പല കോമ്പണന്റ്, അതിൽ ഒരെണ്ണം M0 നാരോ മണി എന്നാണ് അതിനെ പറയുന്നത്. അതാണ് ക്യാഷ്, ലിക്വിഡ് ക്യാഷ്.
കോയിൻസ്, രൂപ, ഇതെല്ലാം അതിനകത്താണ് വരുന്നത്. M1 എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, ചെറിയ ഡെപ്പോസിറ്റ് മുതലായവ അടങ്ങിയതാണ്. M2 എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷനും അതിനകത്ത് വരും, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇത് ഏതാണ് ബ്രോഡ് മണി. അപ്പം ഇത്രയും സാധനമാണ് യഥാർത്ഥത്തിൽ. ഇതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞ 4 വർഷത്തെ ഡേറ്റേ നമുക്കുള്ളൂ. ഇപ്പോൾ 21-ലാണെങ്കിലും 20 വരെയുള്ള ഡേറ്റേ നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് എന്തെങ്കിലും ഇതിന് ചെയ്യാൻ കഴിഞ്ഞു. എന്താണ് ഇത്? പ്രധാനമായിട്ടും ഈ ബ്ലാക്ക് മണീനെ പിടിക്കുക, അതുപോലെ തന്നെ കള്ളപ്പണം, അങ്ങനെയുള്ള സംഗതിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പൈസയെ തിരിച്ചു വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രസംഗിച്ചതാണ്, മൈക്ക് കെട്ടിയൊക്കെ എല്ലാവരും പ്രസംഗിച്ചതാണ്, നമ്മുടെ എല്ലാ പൈസയും വരും, അതോടുകൂടി ഇന്ത്യൻ ഇക്കോണമി എല്ലാം ശരിയാവും. പിന്നെ 99.9% പൈസയും തിരിച്ചു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നാരോ മണീനെ നമ്മൾ ടാർഗറ്റ് ചെയ്തപ്പോൾ ആ നാരോ മണി പരിപൂർണമായിട്ടും തിരിച്ചു. 99% എന്ന് പറയുന്നത് എത്ര പണമാണോ പുറത്തുണ്ടായിരുന്നത് അത്രയും പണം തിരിച്ചു വരികയാണ് ചെയ്തത്. അതിനർത്ഥം ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഈ കള്ളപ്പണത്തിനെ ഇതിന് കർബ് ചെയ്യാൻ പറ്റിയോ എന്നുള്ള ചോദ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അടിവരയിടുന്നതായിരുന്നു. ആ 99.9% തിരിച്ചു വന്നതാണ് കാണാൻ. ഈ ബാക്കിയുള്ള 0.1% ഇപ്പോൾ നിങ്ങളുടെ പുറത്തുള്ള പ്രവാസികളുടെ പേഴ്സിൽ ഇപ്പം ഒരു 1000 രൂപേൻ്റെ നോട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം പ്രവാസികൾ പുറത്തുണ്ട്? അല്ലെങ്കിൽ ഒരു 500 രൂപ അവർ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ എത്ര രൂപ? അതിനേക്കാൾ കൂടുതൽ, അതിനകത്ത് നമ്മുടെ അക്കൗണ്ടിലുള്ളതിനേക്കാളും കൂടുതൽ പൈസ തിരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൻ്റെ യാഥാർത്ഥ്യം. കാരണം സർക്കാർ തുടങ്ങിയപ്പോൾ പറഞ്ഞത് 13 ലക്ഷം കോടി രൂപ തിരിച്ചു വരുമെന്നാണ്, രൂപ പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊരു 11 ലക്ഷം കോടി രൂപ തിരിച്ചു വരുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. പക്ഷേ അവസാനം RBI പുറത്ത് വിടാത്തതിന് മുമ്പുള്ള കണക്ക് അവസാനം പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി ബാക്കി പറയാൻ പറ്റില്ല എന്നുള്ളത് 100%-നെ കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല. അവസാനം വിട്ടതാണ് 99% പൈസ തിരിച്ചു വന്നു. അന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 15.4 ലക്ഷം കോടി രൂപയാണ് പണമായിട്ട് തിരിച്ചു വന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം RBIയുടെ തന്നെ കണക്കനുസരിച്ചിട്ടുള്ള പുറത്തുള്ള പണത്തെക്കുറിച്ചുള്ള കണക്കുകൾ ഏകദേശം മൊത്തത്തിൽ RBIന്റെ നോട്ടിഫിക്കേഷൻ തന്നെ 72 തവണയാണ് 50 ദിവസത്തിനിടയിൽ അവർ റിവൈസ് ചെയ്തത്. ദിസ് ഇസ് ഹിസ്റ്റോറിക്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ RBI എന്ന ധനകാര്യ സ്ഥാപനം, സെൻട്രൽ ബാങ്കിന് ഈ പ്രശ്നത്തിനെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ചെറിയ പീരീഡ് കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് പറയാൻ കാരണമുണ്ട്. കാരണം ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസിഷൻ വരുന്ന ഒരു ദിവസം തലേന്നാണ് RBIക്കൊരു നോട്ട് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്ന് ലഭിക്കുന്നത്. ആ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്ന് ലഭിക്കുന്ന നോട്ടിൽ പറയുന്നത് രാജ്യത്തെ കള്ളപ്പണം ഇത് ചെയ്യുന്നതിന് ഡീമോണിറ്റൈസേഷൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് RBI ഗവർണർ, അതായത് ഡെപ്യൂട്ടി ഗവർണറാണ് ആ കത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് ഡോക്യുമെൻ്റ് ഇതാണ്, അതായത് RBIൻ്റെ തന്നെ ഡോക്യുമെൻ്റ് ഉണ്ട്, ആ കമ്മിറ്റി അത് പറയുന്നത്. അപ്പോൾ ആ കമ്മിറ്റി അങ്ങനെ തലേന്നാണ് RBIക്കൊരു നോട്ട് വരുന്നത്. അപ്പം ഡീമോണിറ്റൈസേഷൻ അന്നാണ് അവരത് ചർച്ച ചെയ്യുന്നത്. പക്ഷെ രാത്രി ഈ ചർച്ചയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ രാത്രി ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതും ചരിത്രമാണ്. അപ്പോൾ അത് അന്ന് പറഞ്ഞ കണക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക്. ഏകദേശം 13 ലക്ഷത്തി ചില്ലുവാനം രൂപയാണ് പുറത്തുള്ളതെന്നാണ് RBIൻ്റെ പ്രൈമ ഫെസി ആയിട്ടുള്ള പ്രഥമ ദൃഷ്ടിയാലുള്ള അവരുടെ കണക്ക് പുറത്തുള്ളത്. പക്ഷേ ഇപ്പോൾ വന്ന് ഏകദേശം ഈ ആളുകളുടെ റിസർവ് മണിയും അതുപോലെ തന്നെ പുറത്തുള്ള മണിയും എല്ലാം കൂടി ചേർത്ത് ഏകദേശം 20 ലക്ഷം കോടി രൂപയുടെ അടുത്തുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. എന്നാൽ മാത്രമേ കണക്കുകൾ ശരിയാവുള്ളൂ. കാരണം SLR എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ സൂക്ഷിച്ചു വയ്ക്കേണ്ട പൈസയുടെ കണക്ക് 20% മേലെ 22%. അപ്പം 100 രൂപൻ്റെ നോട്ടുണ്ടെങ്കിൽ 22 രൂപ അന്ന് യഥാർത്ഥ ഡീമോണിറ്റൈസേഷൻ വരുന്ന സമയത്ത് 25%. അവരത് ഈസി ചെയ്ത് 25% അതിന് ഒരു മാസം മുമ്പാണ്. അപ്പോൾ ഏറ്റവും മിനിമൽ കണക്ക് വെച്ചാൽ ഒരു 20 രൂപയെങ്കിലും 100 രൂപയിൽ ആരുടെ കയ്യിലുണ്ടാകണം? RBIൻ്റെ കയ്യിലുണ്ടാകണം. ബാക്കി പണം മാത്രമേ ലിക്വിഡായിട്ട് ഈ ഇക്കോണമിയിൽ വരാൻ പാടുള്ളൂ. ഇതാണ് കണക്ക്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് RBI ആദ്യം പറഞ്ഞ കണക്ക്.
ഇന്ത്യയിൽ മൊത്തം അതുവരെ അടിച്ചിട്ടുള്ള നോട്ടിൻ്റെ കണക്ക്. പക്ഷേ ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞതിനേക്കാളും എനിക്ക് തോന്നുന്നു 3 ലക്ഷം കോടി രൂപ അധികമാണ് ടെക്നിക്കലി RBI തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഓരോ തവണയും കണക്കുകൾ റിവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക്, അപ്പോൾ ഇത് ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇത് വെള്ളപ്പണമാണോ കള്ളപ്പണമാണോ? അത് കള്ളപ്പണത്തിനെ ലോണ്ടറി ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളപ്പണമാക്കാൻ യഥാർത്ഥത്തിൽ സഹായിക്കുന്നതായിരുന്നു ഡിമോണിറ്റൈസേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഞാൻ ആ കോൺസ്പിറസി തിയറിയുടെ ഭാഗമല്ല, ബട്ട് ദിസ് ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി. ദേ ഡോണ്ട് ഈവൻ ഹാവ് ദാറ്റ് ആൻസർ. അവർക്ക് ഇപ്പോഴും അവർക്ക് അതിന് ഉത്തരവില്ല എന്നുള്ളതാണ് ഞാൻ. എന്തുകൊണ്ട് കണക്കുകൾ റിവൈസ് ചെയ്തു എന്നുള്ള ഒരു ചോദ്യവും ഒരുപാട് ആളുകൾ ആ പീരീഡിൽ ഇതേ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് പോയിന്റ് നമ്പർ 1. കണക്കിനെ കുറിച്ച്, പണത്തിൻ്റെ ഇടപാടുകാരനായ റിസർവ് ബാങ്കിന് പോലും ഇന്ത്യയിലെ പണത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ള ഒരു ഇത് നമ്മുടെ RBIനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ആക്ട് കൂടിയായിരുന്നു ഡിമോണിറ്റൈസേഷൻ. അത് യഥാർത്ഥത്തിൽ തത്വത്തിൽ എന്താണ് ഇത് ഉണ്ടാക്കുന്നത്? സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലുള്ള വിശ്വാസത്തെയാണ് ടെക്നിക്കലി അത് ഷൂട്ട് ചെയ്തത്, പിടിച്ചു നിർത്തിയത്. ഇതാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ ബാങ്ക് എന്ന് വലിയൊരു ബ്ലോ ആണ്. വേറൊരു രാജ്യത്തിലാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് സംവിധാനം തന്നെ തകർന്നു പോയി. പക്ഷേ ഇന്ത്യയിൽ അത് സംഭവിച്ചിട്ടില്ല. കാരണം നമ്മൾ വീണ്ടും അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ പൈസ ഒരു ദിവസം കൊണ്ട് 14,000 കോടി രൂപ ചോസ്കിയും മറ്റുള്ളവരും എല്ലാം കൊണ്ടുപോയിട്ട് പോലും ആ ബാങ്ക് തകരാത്തത്. പക്ഷെ അമേരിക്കയിലാണെങ്കിൽ ആ ബാങ്ക് തകർന്നു പോയേനെ, പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ അത് തകർന്നു പോയേനെ. പക്ഷെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അത് സംഭവിക്കുമ്പോൾ തകരാത്തത് അത് സർക്കാരിൻ്റെ ബാങ്കാണ് എന്നുള്ള സർക്കാരിനുള്ള വിശ്വാസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്രയും 13,000 കോടി രൂപ ഒരു ബാങ്കിൽ നിന്ന് സ്റ്റേഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഒഴുക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ബാങ്ക് തകർന്നു പോകേണ്ടതാണ്. 7,000 കോടി രൂപ SBIയിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ എടുത്തയാൾ രാജ്യം വിട്ടു പോയപ്പോൾ ആ ബാങ്ക് ക്രൈസിസിൽ പോകേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിൽ പോയില്ല. ഇതൊക്കെയാണ് നമ്മുടെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. ഇന്ത്യൻ റിസർവ് ബാങ്കിന് പോലും ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും റിസർവ് ബാങ്ക് യഥാർത്ഥത്തിൽ ബാക്കിയുള്ള ഇതിലാണെങ്കിൽ മറ്റു പൊതുമേഖല സംവിധാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് മൈൻഡ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് തകർന്നു പോകേണ്ടതാണ്, രാജ്യം തകർന്നു പോകേണ്ടതാണ്. പക്ഷേ സംഭവിച്ചില്ല. ഇപ്പോഴും നമ്മൾ RBI വിശ്വസിക്കുന്നു, ബാങ്കിങ് സംവിധാനത്തിലെല്ലാം നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ M1, M2, M3 ഈ ഒരു 55 ദിവസം അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ടുണ്ടാക്കിയ ഒരു ഷോക്ക് എന്ന് പറയുന്നത്, മണി സപ്ലൈയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2,000 രൂപ ആദ്യം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അത് 4,000 രൂപയായി, പിന്നെയാണ് അതിൻ്റെ ഗ്രാജുവലി 2 മാസത്തിന് ശേഷമാണ്, എനിക്കൊന്ന് ഏപ്രിലോട് കൂടിയാണ് നമുക്ക് കൂടുതൽ പൈസ ഒരു 5 ഡിജിറ്റ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത്രയും പീരീഡ്, ഈ ഒരു 6 മാസ പീരീഡിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ 6 മാസ പീരീഡിൽ രാജ്യത്തിലെ ഓരോ മേഖലയെ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിൽ മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം തൊഴിൽ മേഖലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, 2014 ശേഷം തൊഴിൽ രംഗം 13-14 ശേഷം സ്പെസിഫിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ രാജ്യത്തെ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റാണ് തൊഴിൽ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളർച്ച കുറയുന്നു. നേരത്തെ ആണെങ്കിൽ വളർച്ചയുണ്ട്, പക്ഷെ തൊഴിൽ രംഗത്തിലെ വളർച്ച നെഗറ്റീവാണ്. GSDPയിലെ വളർച്ച പോസിറ്റീവും തൊഴിൽ രംഗത്തെ വളർച്ച നെഗറ്റീവുമാണ്. പക്ഷെ 2010-2011 യൂറോ ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അമേരിക്കൻ ക്രൈസിസ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ഭവന വായ്പ കുമിള തകർന്നതിന് ശേഷവും ഇന്ത്യൻ ഇക്കോണമിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. കാരണം ആ എഫക്റ്റ് മെല്ലെ വന്നത്. അത് യൂറോപ്യൻ കടപ്രതിസന്ധി വന്നപ്പോൾ മുതലാണ് ഇന്ത്യൻ ഇക്കോണമീനെ അത് സാരമായി ബാധിച്ചു തുടങ്ങി. അതായത് 2011-12 വർഷത്തിന് ശേഷം. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ മൊത്തം ഉൽപ്പാദനം താഴോട്ടാണ്. അതായത് GDP റേറ്റ് ഓഫ് ഗ്രോത്ത്, അത് ഒരിക്കലും റേറ്റ് ഓഫ് ഗ്രോത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ് ഈ വർഷം. അങ്ങനെ ആ തരത്തിലാണ് വളർച്ചയുണ്ട്. പക്ഷെ വളർച്ചേൻ്റെ റേറ്റ് ഓരോ വർഷവും ഓരോ ക്വാർട്ടറും സബ്സിക്വൻറ്റ് ക്വാർട്ടറിലും നമ്മളിങ്ങനെ താഴോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് 2014 ആയപ്പോഴേക്കും 14-15 വർഷമായപ്പോൾ അഗ്രവേറ്റ് ചെയ്തു.
ഇത് തൊഴിൽ രംഗത്ത് വരികയാണെങ്കിൽ ഈ 13-14 വർഷം മുതൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്തും താഴോട്ട് വരുന്നു, ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് റേറ്റും താഴേക്ക് വരുന്നു. അത് നെഗറ്റീവ് ഗ്രോത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഈ വർഷം നിലനിൽക്കുന്ന തൊഴിൽ പോലും അടുത്ത വർഷം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നു. ഈ വർഷം 100 പേർക്ക് തൊഴിലുണ്ടെങ്കിൽ അടുത്ത വർഷം അത് 99 കുറയും. അതിൻ്റെ തൊട്ടടുത്ത വർഷം അത്, പക്ഷേ അതേസമയം പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തൊഴിൽ രംഗത്തേക്ക് നിങ്ങൾ വരുന്ന ആളുകളുടെ എണ്ണം വരും. ഇതാണ് യഥാർത്ഥത്തിൽ തൊഴിൽ മേഖലയിൽ സാധാരണമായിട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഒരുപാട് റീസൺസ് ഉണ്ട്. ഓട്ടോമേഷൻ പറയാം, മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ, ഇന്റർനാഷണൽ ട്രേഡിൻ്റെ കാര്യം പറയാം. ദർ ആർ സോ മെനി റീസൺസ് വിച്ച് യു ക്യാൻ ആക്ച്വലി ഫിഗർ ഔട്ട് ദാറ്റ് വൈ ദിസ് ഇസ് ആക്ച്വലി കമ്മിങ് ഡൗൺ എന്നുള്ളത് നമുക്കവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു, യഥാർത്ഥത്തിൽ നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. ഈ 2016 ശേഷം ഇതിൻ്റെ റേറ്റ്, അതായത് 2016 ഈ ഡിമോണിറ്റൈസേഷന് ഏകദേശം ഒരു ക്വാർട്ടറിന് മുമ്പ് പറഞ്ഞാൽ 2016 ജനുവരി മാർച്ച് ക്വാർട്ടർ കഴിഞ്ഞിട്ട്, അതായത് ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടറിൻ്റെ പകുതി മുതൽ നവംബർ വരെയുള്ള ക്വാർട്ടറിൻ്റെ പകുതി വരെ ഈ പീരീഡിൽ ഇതിൻ്റെ റേറ്റ് കുറയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഡിമോണിറ്റൈസേഷൻ പീരീഡ് വരുമ്പോഴേക്കും അതിൻ്റെ റേറ്റ് വീണ്ടും ഫാസ്റ്റായിട്ട്, നേരത്തെ കുറയാൻ ശ്രമിച്ചത് അതിൻ്റെ ഇരട്ടി വേഗത്തിൽ അത് ഡിപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഏകദേശം 4 ക്വാർട്ടർ അതിൻ്റെ എഫക്റ്റ്, അതിനേക്കാൾ ഫാസ്റ്റസ്റ്റ് ഫോൾ എന്ന് പറയുന്നത് ഈവൻ ആഫ്റ്റർ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും 2 ക്വാർട്ടർ, ഇല്ല 1 ക്വാർട്ടർ. GST ജൂലൈയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഒക്ടോബർ വരെയുള്ള ആ ക്വാർട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട്, ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു ക്വാർട്ടറാണ്. അപ്പോൾ അത് വരെയുള്ള സെപ്റ്റംബർ 30 വരെയുള്ള ക്വാർട്ടറിൽ ഷാർപ്പ് ഫോൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തം തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള തൊഴിൽ നഷ്ടമാണ് ആ പീരീഡിൽ 1.5 വർഷം, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച 1.5 വർഷം ഉണ്ടായത്. അത് ഏതൊക്കെ സെക്ടർ, ഇതാണ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഫോർമൽ എംപ്ലോയ്മെൻറ്റിൽ ഇതിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഏകദേശം 94% അൺഓർഗനൈസ്ഡ് സെക്ടറാണ് ഇന്ത്യയിൽ. നമുക്ക് കണക്ക് പറഞ്ഞാൽ പോലെ 90, ഏറ്റവും കൺസർവേറ്റീവായിട്ട് കണക്ക് പറഞ്ഞാൽ 90% അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. പക്ഷേ കൃത്യമായ കണക്ക് പറയാൻ 92 മുതൽ 94 വരെ എന്നാണ് പറയുന്നത് മൊത്തത്തിലുള്ള അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്ക് ചെയ്യുന്നത്. കേവലം 6% നിങ്ങളും ഞാനൊക്കെ ഉൾപ്പെടുന്ന ഫോർമൽ സെക്ടർ എംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ മൊത്തത്തിൽ. അപ്പോൾ ഈ മേഖലയിൽ രണ്ടിടത്തും കൃത്യമായിട്ടുള്ള തൊഴിൽ നഷ്ടം ഈ ഒരു പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുക. 2020 വരെ ഉണ്ടായിട്ടുണ്ട്. 2020 ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. കോവിഡ് കാലമാണ്. 1.5 വർഷമായിട്ട് പല ആളുകളും തൊഴിലില്ലാതെ, നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, അൺഓർഗനൈസ്ഡ് സെക്ടർ കംപ്ലീറ്റ് ഇന്ത്യയിൽ സ്മാഷ് ചെയ്യപ്പെട്ടു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. പക്ഷെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിന് മുമ്പും ഇന്ത്യൻ എക്കോണമി, ഇതെല്ലാം ഞാൻ പറയാൻ കാരണം ഇതെല്ലാം ഇന്ത്യൻ എക്കോണമി റിസർജൻസ് നടത്താനാണ് എന്നുള്ള നറേറ്റീവിനെതിരായിട്ട് നടന്ന സംഭവ വികാസമാണ് ഞാൻ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്താനാണ് ഡിമോണിറ്റൈസേഷൻ, രാജ്യത്തിന് മെച്ചപ്പെടുത്താനാണ് ഡിമോണിറ്റൈസേഷൻ എന്നുള്ള നറേറ്റീവിന് ഘടകവിരുദ്ധമായിട്ടാണ് സർക്കാരിൻ്റെ കണക്ക് തന്നെ നമ്മുടെ മുമ്പിലുള്ളത്. അതെല്ലാം ഗവൺമെൻറ് ഡേറ്റ സെറ്റാണ് പറയുന്നത്. ഇതൊന്നും എൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയ കണക്കുകളല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ വെൽത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. കള്ളപ്പണം, നേരത്തെ പറഞ്ഞ ബ്ലാക്ക് വെൽത്ത്. അപ്പോൾ ഈ ബ്ലാക്ക് വെൽത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഡിസ്പ്യൂട്ടാണ് ലോകത്തുള്ളത്. പക്ഷേ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 20 മുതൽ 25% ബ്ലാക്ക് വെൽത്ത് എന്ന് പറയുന്നത്. ബ്ലാക്ക് എക്കോണമി ആൻഡ് ബ്ലാക്ക് വെൽത്ത്. ഈ ബ്ലാക്ക് വെൽത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പണം മാത്രം. അതായത് ടാക്സ്, നികുതി കൊടുക്കാത്ത പണം, നികുതി കൊടുക്കാത്ത സമ്പദ് വ്യവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കതിനെ കള്ള അല്ലെങ്കിൽ ബ്ലാക്ക് സമ്പദ് വ്യവസ്ഥ എന്ന് പറയാൻ പറ്റും. പക്ഷേ ക്രെഡിറ്റ് സൂസീനെ പോലുള്ള ക്രെഡിറ്റ് ഏജൻസികൾ, വലിയ ഇതൊക്കെ നടത്തുന്ന ഓക്സ്ഫാം പോലെയൊക്കെയുള്ള പഠനം നടത്തുന്ന അവർ പറയുന്നത് ഇന്ത്യയിൽ അത് 50%. ഇപ്പം എൻ്റെ തന്നെ മാഷായിട്ടുള്ള അരുൺകുമാറാണ് ഈ ബ്ലാക്ക് എക്കോണമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത്. അരുൺകുമാറിൻ്റെ പഠനം പറയുന്ന പെൻഗ്വിനിൽ ബുക്കൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസർവേറ്റീവ്, അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ ഏകദേശം 60 മുതൽ ഈ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഉള്ള ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ലേഖനമുണ്ട്. അപ്പോൾ അതിൽ തന്നെ കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ഏകദേശം
70. അപ്പോൾ നമ്മൾ ആലോചിച്ചോളൂ ഈ ഒരു കണക്ക് എങ്ങോട്ട് അറേഞ്ച് ചെയ്യുന്നത്. ഒരു 25% മുതൽ 20-25% മുതൽ 60 മുതൽ 70% വരെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് എക്കോണമിയാണെന്ന്. പക്ഷെ ഇതിന് ഏറ്റവും വലിയ മറ്റൊരു തെളിവായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഒരു പാർലമെന്ററി സ്പീച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ 2013 ഇന്ത്യൻ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള ഇതാണ്. ഏകദേശം 45 മുതൽ 8% അന്ന് പുള്ളി പറഞ്ഞത്. ഓൾമോസ്റ്റ് 50% ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഈസ് റൈറ്റ് നൗ വർക്കിംഗ് അണ്ടർ ദി ബ്ലാക്ക് ഫ്രെയിംവർക്ക്. അല്ലെങ്കിൽ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ടാക്സ് ഇവേഷൻ ഉള്ള ഒരു ഇക്കോണമി, ഒരു അണ്ടർഗ്രൗണ്ട് എക്കോണമിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതിലെവിടെയായാലും 50% ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഇതിനെ പിടിക്കുമെന്നാണ് നമ്മൾ ഈ പറയുന്ന. നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ ആക്സെപ്റ്റൻസ് ഒന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ചാൽ കുഴപ്പമായിരിക്കും എന്നുള്ള ഒരു മൊറൽ സെൻസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്തത്. പക്ഷെ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് 99.9% പൈസ തിരിച്ചു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സർക്കാർ വരുമാനം കൂടാനുള്ള സാഹചര്യമുണ്ട്. ഒറ്റയടിയിൽ നമുക്ക് ഇത്രയും പണത്തിനെ വെളുപ്പിക്കാൻ കഴിയും. പക്ഷെ ആ പണത്തിന് ടാക്സ് റേറ്റ് വെച്ച് നമ്മൾ നോക്കാം, പരിശോധിക്കാം. സർക്കാരിൻ്റെ വരുമാനം, അതായത് ഇത് അക്കൗണ്ട് ചെയ്താൽ മാത്രമാണല്ലോ ഈ വന്നതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ആ ട്രെൻഡ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായിരിക്കും. ആ ട്രെൻഡിൽ എനിക്ക് തോന്നുന്നത് ഈ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പ്രൊപ്പോർഷൻ ടു GDP ആണ്. അത് ഈ 2000 ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്രൈസിസ് പീരീഡ് മുതൽ 2010, 11, 12 മുതൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ GDP ഡയറക്റ്റ് ടാക്സിൻ്റെ റേറ്റ് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ടാക്സ് ബേസ് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അത് ഈ GST ഈ ഡിമോണിറ്റൈസേഷൻ പീരീഡിൽ അത് ഡിപ്പ് ചെയ്യണം. അത് GST പീരീഡ് വരെ അത് ഡിപ്പ് ചെയ്യാം. GST വരുന്നത് വഴി. പിന്നെ GST വന്നതിന് ശേഷം 2015-16 റേറ്റിൽ എത്തിയിരിക്കുന്നത് കേവലം 2019. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിമോണിറ്റൈസേഷൻ GST കോംബോ കൊണ്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 വർഷം. 4 വർഷം പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ ഇപ്പോഴാണ് പോയത്. അതായത് 4 വർഷം മുമ്പുള്ള സ്ഥിതിയിലേക്ക് ഇന്നാണ് നമുക്ക് പോകാൻ കഴിഞ്ഞത് എന്നാണ് അതിനർത്ഥം ഈ പോളിസി കൊണ്ട് പെർട്ടിക്കുലർലി വലിയ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് നമുക്കറിയാം. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇനി നേരെ മറിച്ച് നമ്മൾ പിന്നെ ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചാണെങ്കിൽ സെയിം ഇഫക്റ്റ്, അതായത് ഇത് രണ്ടും കൂടി ഏകദേശം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ലോ എന്ന് പറയുന്നത് GST ടാക്സ് റേഷ്യോ ഏറ്റവും കുറവ് 2009-10 പീരീഡിലാണ്. ഏകദേശം രണ്ടും കൂടി 15%-നും താഴെയുള്ളൂ. പക്ഷെ അത് മെല്ലെ മെല്ലെ ഇപ്പോൾ കൂടി വന്നു. എന്നിട്ട് അത് കുറയുന്നത് 2013-14 പീരീഡ് മുതൽ ഇത് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഈ എന്തുകൊണ്ട് ഇത് കുറയുന്നതെന്ന്. നമുക്കറിയാം കോർപ്പറേറ്റ് ടാക്സിന് എത്രത്തോളം ഇവേഷൻ സർക്കാർ കുറച്ചു എന്നുള്ളതാണ്. ഇപ്പം ടാക്സ് സർക്കാർ കളക്ട് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്നത്, അത് ഏത് തരത്തിലുള്ള ടാക്സ് ആണ് യഥാർത്ഥത്തിൽ കളക്ട് ചെയ്യുന്നത് പിന്നോട്ട് പോകുന്നതെന്ന് ചരിത്രമാണ്. എസ്പെഷ്യലി ഈ NDA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ലാസ്റ്റ് കുറേ കാലത്തിലെ പോളിസി നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 30% ടാക്സിൽ നിന്ന് നമ്മൾ 20% ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. 32% ഇഫക്റ്റീവ് ടാക്സ്, 22% ഇഫക്റ്റീവ് ടാക്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്ര ഈ 7 വർഷം കൊണ്ട് 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്ര കോടിയായിരിക്കും ഒരു വർഷം കൊണ്ട്? ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത്. 1.5 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയല്ല. സർക്കാരിൻ്റെ നികുതിയല്ല. ഈ പൈസയാണ് ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലവാക്കേണ്ടത്. അതിനർത്ഥം ഈ ഡെവലപ്മെന്റൽ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുകയാണെന്നാണ് അതിൻ്റെ രാഷ്ട്രീയം. വേറൊന്നുമില്ല. അപ്പോൾ സർക്കാർ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താ, കോർപ്പറേറ്റ് ടാക്സ് എക്സംഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് ആ പൈസ കോർപ്പറേറ്റ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ആ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ തൊഴിൽ സാധ്യത കൊണ്ടുണ്ടാക്കുകയും ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുകയും ഇന്ത്യൻ ഇക്കോണമി വളരുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഈ പീരീഡിൽ ഞാൻ 2000 ഈ പറഞ്ഞ പീരീഡിൽ ഇന്ത്യയിലെ ക്യാപിറ്റൽ ഫോർമേഷൻ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യാർഡ് സ്റ്റിക്കാണ്. നമ്മളെപ്പോഴും ഒരു രാജ്യത്ത് ക്യാപിറ്റൽ ഫോർമേഷൻ നടന്നു എങ്കിൽ മാത്രമേ ആ രാജ്യത്ത് പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്നെന്ന് പറയാൻ പറ്റൂ. ക്യാപിറ്റൽ ഫോർമേഷൻ ഗ്രോസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നാണ് അത് നമുക്ക് കിട്ടും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഗ്രോസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ്.
ഗ്രോസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ 2019 വരെ കുറഞ്ഞുകൊണ്ടിരിക്കും, 19-20 പീരീഡ് വരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ആർഗ്യുമെന്റ്, നമ്മൾ ഈ രാജ്യത്തിനെ രക്ഷപ്പെടുത്താനാണ് കോർപ്പറേഷന് നികുതി എക്സംഷൻ കൊടുക്കുന്നത്, അതുവഴി ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നതിന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്പോർട്ടും ഈ സർക്കാരിന് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായ ഡേറ്റ നമുക്ക് തരുന്ന തെളിവ്. അപ്പം അതിനേക്കാൾ കൂടുതൽ ഞാനൊന്നും പറയേണ്ടതില്ല, അത് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അതേപോലെ മറ്റൊരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ടാക്സ് മൊത്തത്തിലുള്ള ടാക്സ് കളക്ഷൻ ഈ ഹിസ്റ്റോറിക്കൽ ലോയിൽ നിന്ന് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 13-14 ശേഷം അത് അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഏകദേശം 16% വളർന്നിട്ടുണ്ട്. പക്ഷേ GST പീരീഡിന് ശേഷം വീണ്ടും ഒരു ക്വാർട്ടർ കഴിഞ്ഞിട്ടാണ് അതിൽ അല്പമെങ്കിലും വർധന ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ GST റേഷ്യോ, ടാക്സ് GST റേഷ്യോ. അപ്പോൾ ഏകദേശം 18. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള പരാജയമാണ് ആ സാധനം എന്നുള്ളതിന് വേറെ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അതുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ് എന്ന് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് വിജയമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്നവർ അക്ഷരം പോലും കഴിഞ്ഞ 2 വർഷമായിട്ട്, ഈ വർഷമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം ഇത് പരാജയമാണ് എന്നുള്ളതിന് ആർക്കും ഒരു തർക്കവും ഇല്ലാത്ത കാര്യം. അതിൻ്റെ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് വന്നതിന് ശേഷം ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നു. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഇതായിരുന്നു, കോൺസ്പിറസിയാണ്, സർക്കാരിനെതിരെയായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഫോർമലായിട്ടുള്ള ഒരു ഡേറ്റ സോഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അതിലും വലിയ കാര്യമായിട്ട് ഈ ഗവൺമെൻറ് അവർക്ക് എക്സംഷൻ കൊടുത്തതല്ലാതെ അത് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റായി മാറി എന്ന് പറയാൻ പറ്റുന്ന ഒരു എവിഡൻസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അവർ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ചർച്ച അന്ന് നടത്താവുന്നതാണ്. മറ്റൊരു പ്രധാന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ അല്ലാത്ത ഒരു 5ാമത്തെ ഡിസ്കഷനാണ് ഡിജിറ്റൈസേഷൻ രാജ്യത്ത് നടക്കും എന്ന് പറയുന്നത്. ഡിജിറ്റൈസേഷൻ്റെ ട്രെൻഡും കൂടി നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഡിജിറ്റൈസേഷൻ്റെ വളർച്ച നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പണത്തിൻ്റെ ഉപയോഗമായിട്ട് അതിന് ബന്ധമുള്ളതാണല്ലോ. പണം ഉപയോഗിക്കാതിരുന്നാൽ മാത്രമാണ് പരിപൂർണമായിട്ടും ഡിജിറ്റൈസേഷനിലേക്ക് നമ്മൾ വരുന്നത്. പണത്തിൻ്റെ ഉപയോഗത്തിൻ്റെ വെലോസിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഡിമോണിറ്റൈസേഷൻ മുതൽ GST വരെ ഉള്ള പീരീഡിനകത്ത് പണത്തിൻ്റെ ഉപയോഗം കർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. കാരണം എന്താ? സർക്കാർ ഡെലിബറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ തന്നിട്ടില്ല, ക്യാപ്പ് ഉണ്ടല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെ അതിൽ M0 മാത്രം, അതായത് ഈ നാരോ മണി എന്ന് പറയുന്ന നോട്ടും കറൻസി, അതായത് ഈ രൂപയും കോയിനും ഒക്കെ ഉപയോഗിക്കുന്നതിൽ മാത്രമാണ് എന്ത് ചെയ്യും ഫോൾ ഉണ്ടായിട്ടുള്ളത്. നേരെ മറിച്ച് ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സാധനങ്ങളൊക്കെ വർദ്ധിച്ച തോതിൽ വർദ്ധിക്കും. അതുവഴി സർക്കാരിന് അത് അക്കൗണ്ട് ചെയ്യാൻ പറ്റും, അതുവഴി ടാക്സ് നമുക്ക് വസൂലാക്കാൻ കഴിയും. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. ആ മണീൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട് ഇനിഷ്യൽ പീരീഡിൽ. എന്താണ് കാരണം? കിട്ടിയ എല്ലാവരും നോട്ട് കൊണ്ട് കൊടുത്തു, വൈറ്റായി. പക്ഷേ ആ പൈസ അവർ തൊട്ടടുത്ത ഈ GST പീരീഡ് വരെ ആകുമ്പോഴേക്ക് അത്രയും പൈസ അവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഏത് പൈസയായിട്ട്? 1000-500 കൊണ്ട് കൊടുത്തിട്ട് 2000 മറ്റ് കറൻസി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൈസയായിട്ട് അവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ട്രെൻഡ് നോക്കുമ്പോൾ വെലോസിറ്റി പ്രീ പീരീഡുമായിട്ട് ഒത്തുപോകുന്ന തരത്തിലുള്ള വെലോസിറ്റി, അതായത് സ്മൂത്ത് ആയിട്ടുള്ള വെലോസിറ്റി. ഈ 1.5 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഒഴിച്ചാൽ വെലോസിറ്റി വീണ്ടും പഴയതുപോലെ എത്തി എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമായിട്ട് പണത്തിനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ഒരു കണക്കിൽ കൂടി പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഡിജിറ്റൽ മണീനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മണീൻ്റെ വളർച്ച ഈ 2016 ശേഷമല്ല സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഷാർപ്പ് ഇൻക്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2 തരത്തിലാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ വോളിയവും പിന്നെ ട്രഡീഷണൽ ട്രാൻസാക്ഷൻ്റെ വോളിയം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ വോളിയം 2003-4 പീരീഡ് മുതൽ 13-14 പീരീഡ് മുതൽ തന്നെ അതിനൊരു റൈസ്, അതായത് ഒരു ഷാർപ്പ് ജംപ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഷാർപ്പ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ മാത്രം
കണ്ടിന്യൂവേഷൻ അത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു 6% ആണ് പോകുന്നതെങ്കിൽ ആ 6% കോൺസ്റ്റന്റ് റേറ്റ് മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് റേറ്റ്. അതിനകത്തൊരു ഫ്ലക്ച്വേഷൻ ആകെ ഉണ്ടായത് 4 മാസത്തിലാണ്. അതായത് നമുക്ക് പണം ഉപയോഗിക്കാൻ സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്തിരുന്ന 3-4 മാസം ഉണ്ടല്ലോ, ആ മാസങ്ങളിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ മാത്രമാണ് ഒരു ഷാർപ്പ് ഇൻക്രീസ് എന്ന് നമുക്ക് പറയാം. അത് പക്ഷേ ഒരു ടൈം സീരീസ് ഡേറ്റയിൽ നിന്ന് നോക്കണം, വളരെ ചെറിയ ഒരു ജെർക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ലോങ് ടേം ഇഫക്റ്റ് ഇല്ല. അത് പഴയ ട്രെൻഡിൻ്റെ അനുരണനമായിട്ട് വേണം നമുക്ക് അതിനെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യഥാർത്ഥത്തിൽ ഡിജിറ്റൽ മണി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഡിമോണിറ്റൈസേഷൻ കാരണം എല്ലാവരും ഡിജിറ്റൈസേഷനിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓളിയത്തിൻ്റെ വളർച്ച ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഇക്കോണമിയിൽ സംഭവിക്കുകയാണ്. അതിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 2013-14 സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 2013-14 പീരീഡ് മുതലാണ് എന്നുള്ളതാണ് ഡേറ്റ പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-12 വർഷത്തെ ഡേറ്റ എടുത്തില്ല, 19-20 വരെയുള്ള ഡേറ്റ ഇല്ല. അപ്പം അതിനകത്ത് ആ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് 13-14 13-ന്റെ 12, 13, 14 ആ പീരീഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വളവ് വന്ന് വീണ്ടും അത് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ടോട്ടലി കാണാൻ പറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത് വിഷയം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ. വാല്യൂ ഓഫ് ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ജമ്പ് ഉണ്ടായോ എന്ന് നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് ട്രാൻസാക്ഷനിൽ കാര്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടില്ല. ഒരു സെക്യുലർ ഇൻക്രീസ് മാത്രമാണ് ഓവർ എ പീരീഡ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ പിന്നെ ഡിജിറ്റൈസേഷൻ ഈ സർക്കാരിൻ്റെ ഡിമോണിറ്റൈസേഷൻ്റെ അടിസ്ഥാനമാണെന്നുള്ള വാദത്തിന് മുന്നിൽ നമുക്ക് കൗണ്ടറായിട്ട് വയ്ക്കാനുള്ളത്. കാരണം ആ സെക്യുലർ അല്ലെങ്കിൽ ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്ന നമുക്ക് ഈ പറയുന്ന പിന്നെ ഡിജിറ്റൽ കറൻസി യൂസിങ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു എന്നുള്ളത്. നേരത്തെ 10 പേർക്കുണ്ടായിരുന്നു, പിന്നെ അത് 15ആയി, 20ആയി, 30ആയി. ആ തരത്തിലൊരു സെക്യുലർ ഇൻക്രീസ് ആണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് ഓവർ എ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പണ്ട് പറയുന്നത് പോലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഓരോ മോഡൽ മാറുന്നതനുസരിച്ച് നമ്മൾ ആ മോഡലിലേക്ക് മാറുന്നത് പോലെ ഉള്ള ഒരു ഗ്രോത്ത് മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ളതാണ് ഇത് നമുക്ക് സൂചിപ്പിച്ച് തരുന്നത്. നേരത്തെ കാര്യം പറഞ്ഞു, നേരത്തെ ഞാൻ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് അവസാനം ഒന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പക്ഷേ എംപ്ലോയ്മെൻറ്റിന് മുമ്പ് എന്താണെന്ന് മൊത്തത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയത് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ ഓരോ ഭാഗമാണ്. നമ്മൾ ഫൈനാൻഷ്യൽ സെക്ടർ, പണ ഇടപാടിൽ എന്ത് സംഭവിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്, കള്ളപ്പണത്തിൽ എന്ത് സംഭവിച്ചു, തൊഴിൽ മേഖലയിൽ എന്ത് സംഭവിച്ചു, ഇതെല്ലാം പറയുമ്പോൾ മൊത്തത്തിൽ സമ്പദ്ഘടനയിൽ ഇതെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മാറ്റം ഉണ്ടാക്കി നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇത് മൊത്തത്തിലുള്ള സമ്പദ്ഘടനയുടെ ഒരു അടിസ്ഥാന വളർച്ച സംവിധാനത്തിന് തന്നെ ഇത് കർട്ടയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരിൻ്റെ പിന്നെ തന്നെ RBIൻ്റെ തന്നെ നയം നമ്മൾ പരിശോധിക്കുകയാണ്. റിപ്പോ റേറ്റിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ പിന്നെ ലെൻഡിങ് റേറ്റിലുണ്ടായ മാറ്റം, പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് റേറ്റിലുണ്ടായ മാറ്റം. ഇതെല്ലാം യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് റേറ്റ് കുറയ്ക്കുന്ന, റേറ്റ് ഓഫ് ഗ്രോത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുറയുന്ന ഒരു സാഹചര്യമാണ് ഓവർ എ പീരീഡ് ഉണ്ടായിരിക്കുന്നത്. റേറ്റ് അതായത് നിങ്ങൾ ഇൻട്രസ്റ്റ്, നമ്മുടെ ഈ എക്കണോമിക്സിലെ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടണമെന്നാണ്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയില്ല. എന്താ അതിനർത്ഥം? നഷ്ടമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കുറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക്, അതായത് ഗവൺമെൻറ്റിന് ബാങ്കിങ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റത്തിന് കിട്ടേണ്ട സിനറേറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അതിന് കസ്റ്റോഡിയന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം എന്നാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫൊർഗോ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നില്ല, എന്നാൽ ഈ പൈസ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ഓവർ എ പീരീഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മറ്റൊരു ഇഫക്റ്റ്, മാക്രോ ഇക്കണോമിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് ഞാൻ പറഞ്ഞത് വേറൊരു മാക്രോ ഇക്കണോമിക് ഇഫക്റ്റാണ്. സേവിങ്ങിൻ്റെ കാര്യമൊന്നും നമ്മൾ പറയേണ്ട, കാരണം ആളുകളുടെ പൈസയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് തന്നെ അറിയാം. ഓൾറെഡി ഞാനത് പറയേണ്ടത് ഇംപ്ലിസിറ്റാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. മൊത്തത്തിൽ അതിപ്പോൾ കേരളത്തിൽ നിന്നോ തമിഴ്നാടെന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ ഇന്ത്യൻ എക്കോണമിൻ്റെ തന്നെ മൊത്തത്തിലുള്ള സേവിങ് പാറ്റേൺ ഈ ഓവറോൾ പീരീഡിൽ എനിക്ക് തോന്നുന്നു ഈ 1.5 വർഷം യഥാർത്ഥത്തിൽ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു, GSDP ഗ്രോത്തിനെ ടോട്ടലായിട്ട് ഇത് ബാധിച്ചു.
എന്തുകൊണ്ടാണ് ഇവരെന്തൊക്കെ കണക്ക് 2015 സർക്കാർ ജി ഡി പിയിൽ നിന്ന്, അത് ഞാൻ നേരത്തെ ഒരു ലെക്ചറിൽ പറഞ്ഞു പോകും, ജി ഡി പിയിൽ നിന്ന് നമ്മൾ GVA-യിലേക്ക് മാറി, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്ന നോമിനൽ റേറ്റ് ഓഫ് കാൽക്കുലേഷനിലേക്ക് നമ്മൾ മാറി. കണക്കിൽ നമ്മൾ എന്തെല്ലാം അഭ്യാസം കാണിച്ചിട്ട് 4% അപ്പുറത്ത് നിങ്ങൾക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ 4% എന്ന് പറഞ്ഞാലേ പണ്ട് നമ്മൾ GDP ഇൻ റിയൽ ടേം കോൺസ്റ്റന്റ് റേറ്റിൽ, അങ്ങനെയാണെങ്കിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്തിൽ ഏറ്റവും ബെറ്റർ പീരീഡിൽ അന്ന് 8.9% വളർച്ച ഉണ്ടായിരുന്ന ആ വർഷത്തിലെ നോമിനൽ GDP-ന്റെ വളർച്ച എത്രയാണെന്ന് അറിയാം? 16%. ആലോചിച്ചു നോക്കണം, 16% നോമിനൽ GDP അന്ന്. അതിൻ്റെ റിയൽ GDP കോൺസ്റ്റന്റ് പ്രൈസിൽ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് 9%, 8.9% നമ്മുടെ ഗ്രോത്ത് 7-8 നമുക്കുണ്ടായിരുന്നത്. 7-8 ഇമാജിൻ. അതിനുശേഷമാണ് ലോക ക്രൈസിസ് വരുന്നത്, അല്ലെങ്കിൽ ഭവന വായ്പ തകരുകയും അതിനുശേഷം യൂറോപ്യൻ കടപ്രതിസന്ധി വരികയും ഇന്ത്യയല്ല ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ ക്രൈസിസിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ അനുരണനം ഇവിടെ ഉണ്ടാകുന്ന ഗ്രോത്ത് മെല്ലെ മെല്ലെ റിസൈഡ് ചെയ്ത് റിയൽ 13-14-15 ആ പാദം വരെ GVA എടുക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഏകദേശം 4.5% റിയൽ GDP എത്തി. ആ റിയൽ GDP അതിനേക്കാളും കുറവാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ നോമിനൽ GDP-യിലേക്ക് പോയത്. കണക്ക് ട്വീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ച ഒരു ഇതാണ്. അങ്ങനെ RBIയും മിനിസ്ട്രി ഓഫ് മോസ്പിയും ആയിട്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇത് മാറ്റി, CSO ബേസിക്കലി അവർ മാറ്റി, ഇതിൻ്റെ കണക്ക് കാൽക്കുലേഷൻ മെത്തേഡ് മാറ്റി. എന്നാലെങ്കിലും ഉന്നതമായിട്ടുള്ള വളർച്ച കാണിക്കാൻ പറ്റുമോ, അതാണ് ആഗോള തലത്തിൽ ഉപയോഗിക്കുന്ന യാർഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവരത് മാറ്റിയത്. പക്ഷേ ആഗോള യാർഡ് സ്റ്റിക്കിൽ അത് പതിറ്റാണ്ടുകളായിട്ട് US ആയാലും മറ്റു രാജ്യങ്ങളായാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും അവരുപയോഗിക്കുന്ന വളർച്ച കണക്ക് അതാണ്. അവരത് ട്വീക്ക് ചെയ്ത് അപ്പോൾ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഇവിടെ ട്വീക്ക് ചെയ്തു, പക്ഷേ ഇതിൻ്റെ വളർച്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇത് എത്ര കൂട്ടിയിട്ട് 4 അപ്പോൾ പഴയ കണക്ക് വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 2% ഗ്രോത്ത് റേറ്റ് പോപ്പുലേഷന് മൈനസ് ചെയ്യണം, ഇൻഫ്ലേഷൻ 6% കുറയ്ക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ 16%, നേരത്തെ പറഞ്ഞ 15% എങ്ങനെയാണ് 9% ആയതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കണക്ക് മാത്രം. 6% നിലവിൽ ഇൻഫ്ലേഷൻ റേറ്റ് എങ്കിൽ ഈ 15% അല്ലെ 16% ഗ്രോത്ത് റേറ്റ് നോമിനൽ റേറ്റ് എങ്കിൽ നോമിനൽ ഗ്രോത്ത് റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ മൈനസ് പോപ്പുലേഷൻ റേറ്റ് ഓഫ് ഗ്രോത്ത്. സിമ്പിൾ കാൽക്കുലേഷൻ. അപ്പോൾ 1.5% പോപ്പുലേഷൻ ഗ്രോത്ത് എങ്കിൽ 1.5 പ്ലസ് 4.5% ഇൻഫ്ലേഷൻ എങ്കിൽ എത്ര വേണം? 4.5. അപ്പോൾ 4.5യും 1.5യും ആകുമ്പോൾ 6%. അതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ നോമിനൽ GDP റേറ്റ് കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോമിനൽ GDP ഫണ്ട് കിട്ടും. പക്ഷേ ഇപ്പം അപ്പോൾ തിരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പം നോമിനൽ റേറ്റ് ഓഫ് GDP 4%-ഓ 5%-ഓ ആണെന്ന് ഇരിക്കട്ടെ, ഇൻഫ്ലേഷൻ ഇപ്പോഴും 6%, 5%. അതിലൊരു മാറ്റവും വന്നില്ല. അത് സർക്കാരിൻ്റെ കണക്ക് തന്നെ വിട്ടിട്ടുണ്ടല്ലോ, 6% ഇൻഫ്ലേഷൻ റേറ്റ് നിലനിൽക്കാൻ. അപ്പോൾ ഈ 4.5%-ഓ അല്ലെങ്കിൽ 5% മൈനസ് 6% എങ്ങനെ ഇരിക്കും? നെഗറ്റീവ് ഗ്രോത്ത് ആണ്. മൈനസ് പോപ്പുലേഷൻ, ഈ പീരീഡിലും പോപ്പുലേഷൻ വളർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ, കുറയ്ക്കണ്ടേ? ബാക്കിയുള്ള ഇതുപോലെ എക്സ്റ്റേണൽ ഷോക്ക് ഉണ്ടെങ്കിൽ കുറയ്ക്കണ്ടേ? ഇതെല്ലാം കുറച്ചിട്ട് കിട്ടുന്നതാണ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ റിയൽ ഗ്രോത്ത്. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ വളർച്ച, ഞാനിത് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്, ഭീകരാവസ്ഥ സൃഷ്ടിക്കാനാണ് ഇയാളൊന്ന് പ്രസംഗിക്കുന്നത്. അങ്ങനെയല്ല. ദിസ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി ദി സ്റ്റാറ്റിസ്റ്റിക്സ് വിച്ച് വി ആർ സ്പീക്കിംഗ്. നമ്മൾ പറയുന്ന കണക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് അങ്ങനെയാണെങ്കിൽ മൻമോഹൻ സിംഗിനൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ UK ഗവൺമെൻറ്റിനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ 17% വളർച്ച. വൈ ദേ ഹാവന്റ് ഡൺ? അതാണ് അന്ന് വരെ തുടർന്ന് പോകുന്ന പാറ്റേൺ ആയതുകൊണ്ട് അവർ ചെയ്തില്ല. അത് മാറ്റാനാണ് അവർ 13-14 കമ്മിറ്റീനെ വെച്ചത്, RBI CSO കമ്മിറ്റി വെച്ചത്. അതായത് അത് നരേന്ദ്രമോദി സർക്കാരല്ല കമ്മിറ്റി വെച്ചത്, അതിന് മുമ്പുള്ള ഗവൺമെന്റ് തന്നെയാണ് കമ്മിറ്റി വെച്ച് അവസാന പീരീഡിലാണ് അവർ കമ്മിറ്റി വെച്ചത് ഇതിനെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി. ഈ കാൽക്കുലേഷൻ ഇവരതിനെ കണ്ണുമടച്ച് അങ്ങനെ റിവൈസ് ചെയ്ത് എന്താക്കി, ഒറ്റയടിയിൽ നോമിനൽ GDP-യിലേക്ക് ജമ്പ് ചെയ്യും. ഇനി അവർ പറയുന്നത് ഇതെല്ലാം പിന്നെ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ എവിടെയും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനും നടത്തിയത് എനിക്ക് അറിവില്ല. അടിസ്ഥാന വർഷം മാറ്റി. അപ്പോൾ അടിസ്ഥാന വർഷം ഇപ്പോൾ 11-12 നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും ആ പീരീഡിൽ ഈ 11-12 പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്ത് ഡിപ്പ് ചെയ്യുന്ന ആ ഒരു ബേസ് ലൈൻ
അപ്പോൾ അതിനുശേഷം നിങ്ങൾ താഴോട്ടാണ് വരുന്നത്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ നോമിനൽ GDP പോകുന്നു. അപ്പോൾ ബേസ് ലൈൻ ആ താഴോട്ടായ വർഷമാണ്. There is a lot of manipulation in this statistics. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ആരും കൊടുക്കാറില്ല. പിന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പം നോമിനൽ GDP 8% എന്തോ 12% ആയാലെന്ത് 100% ആയാലും അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ, തൊഴിലുണ്ടോ, അവരുടെ പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നത് ഇതൊക്കെയാണ് അവരുടെ സംബന്ധിച്ച്. പക്ഷെ അവരൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇത് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ കഞ്ഞിയിലെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന ഇൻകം തന്നെയാണ് കുറയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഹിറ്റ് ചെയ്ത ആരെയാണ്? റെഗുലർ സാലറീഡ് ആയിട്ടുള്ള ക്ലാസ്സിനെ ഹിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും മലയാളികൾക്ക് നല്ല ഉശിരോടുകൂടി ഇവിടെ പറയുന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 30% നമ്മുടെ ഫോർമൽ എംപ്ലോയ്മെന്റ്, മിഡിൽ ക്ലാസ് എന്ന് നമുക്ക് പറയാം. 32% എന്നാണ് നമ്മുടെ പൊതുവായിട്ടുള്ള റഫ് എസ്റ്റിമേഷൻ. ഒരു 30-32% ആളുകൾ മിഡിൽ ക്ലാസ്സാണ്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താ? ഫോർമൽ എംപ്ലോയ്മെന്റിലുള്ളവരാണ്. അവരെ സംബന്ധിച്ച് വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് വരാതിരിക്കാൻ, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഫുഡെങ്കിലും അവർക്ക് എൻഷുർ ചെയ്യണമെന്നുള്ള ഒരു പോളിസിയിലേക്ക് നമ്മൾ വന്നത്. പട്ടിണി, അതായത് ഹങ്കർ ഫ്രീ സ്റ്റേറ്റ് ആവണം നമ്മൾ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ചേതോവികാരം അത് മാത്രമാണ്. ഇതല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വേറെ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നമ്മൾ ഈ പറയുന്നതുണ്ട്, യു ക്യാൻ ഓൺലി എക്സ്റ്റെൻഡ് ദി റെവല്യൂഷൻ. വിപ്ലവത്തിനെ നിങ്ങൾക്ക് നീട്ടിവെക്കാനേ പറ്റും. വിപ്ലവത്തിനെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ല, ഇവിടെ നീട്ടിവെക്കില്ല. അപ്പോൾ സർക്കാരിനെതിരെ ഒരു അപ്രൈസൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള, വളരെ ജനകീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് ജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഓവർ പീരീഡ് എന്താണ്? പിന്നെ ഞാൻ കൊറോണയുടെ പീരീഡ് ഒന്നും പറയുന്നില്ല, അല്ലാത്ത കാര്യത്തിൽ തന്നെ നമുക്ക് എന്ത് സംഭവിച്ചു, ഡിമോണിറ്റൈസേഷൻ പീരീഡ്, സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി നിയമമൊന്നുമല്ല. വി ആർ പാർട്ട് ഓഫ് ദി ഫെഡറൽ സിസ്റ്റം. ഇപ്പൊ കേന്ദ്ര സർക്കാർ വിഹിതം തന്നില്ലെങ്കിൽ തമിഴ്നാടിനെ അഫക്ട് ചെയ്യുന്നത് കേരളത്തിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. റേഷൻ നമുക്ക് വിഹിതം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് മാറി നിന്ന് കേരളത്തിന് പ്രത്യേക റിപ്പബ്ലിക് ആയിട്ടൊന്നും പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അങ്ങനെയല്ല. വി ആർ പാർട്ട് ഓഫ് ദി സിസ്റ്റം. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നികുതി വരുമാനത്തിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ഉത്കണ്ഠാകുല. നികുതി വരുമാനം കുറഞ്ഞിട്ടുണ്ട്. നികുതി എക്സ്പെൻഡിച്ചർ, ഈ പറഞ്ഞ വെൽഫെയർ പോളിസിന്റെ എല്ലാ ഭാഗമായിട്ട് കേരളം ഈ സാമ്പത്തിക വർഷവും അതിന് മുന്നിലത്തെ സാമ്പത്തിക വർഷവും ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലും കേരളം കേരളം ഇപ്പൊ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടി. റവന്യൂ എക്സ്പെൻഡിച്ചർ ചെറിയ തോതിലല്ല, റവന്യൂ 0. 2 വർഷം മുമ്പ് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകം, അതായത് റവന്യൂ തമ്മിലുള്ള ഡിഫറൻസ് 0, ചെറിയ 0.2% അങ്ങനെയുള്ള തരത്തിലായിരുന്നു. അതിപ്പോ 1.5% കൂടുക, 2% കൂടുമെന്നാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പ്രഡിക്ഷൻ. ഇതാണ് ഈ നമ്മൾ പറയുന്ന വെൽഫെയർ മെഷർ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടി കഴിഞ്ഞാൽ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന് ഒരു നയം നമുക്കുണ്ട്. കേരള ഗവൺമെന്റിനും അതായത് എന്താണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു. അത് നമ്മളുടെ തന്നെ പെർഫോമൻസിനെയും കടമെടുക്കാനും വായ്പ തരാനും കൊടുക്കാനും എല്ലാം ഉള്ള വിമുഖത സെൻട്രൽ ഗവൺമെന്റിന് കൂട്ടാനുള്ള ഒരു മെഷീനറി ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഫോർമൽ എംപ്ലോയ്മെന്റിലുള്ളവർ നമ്മൾ വിചാരിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൂവിങ് ടുവേർഡ്സ് എ വെരി അക്യൂട്ട് ഫൈനാൻഷ്യൽ പ്രോബ്ലം, എ റവന്യൂ പ്രോബ്ലം. ഈ സെൻട്രൽ ഗവൺമെന്റ് ചെയ്താൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ബാധിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ 12.5% മൊത്തം ഇൻകം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് GSDPന്റെ 12% മാത്രമാണ് നമ്മൾ ചെലവാക്കേണ്ടത്. നമുക്ക് ഈ ഓവർ എ പീരീഡ് നമ്മൾ ഈ ടാക്സ് ഇവേഷനായിട്ടൊക്കെ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ മാത്രം മതി. യൂണിവേഴ്സൽ ഇൻകം ഇന്ത്യയിൽ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും വേണ്ട. ഞാൻ ഒറ്റ അടിയിൽ ആ കണക്ക് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ പൈസ പുതിയ സോഴ്സ് ഒന്നും കണ്ടുപിടിക്കില്ല. ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുത്താൽ ഗുണം എന്തെന്ന്, ബാക്കിയെല്ലാം ബോണസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പട്ടിണി ഇല്ലെങ്കിൽ ദേ വിൽ ഓൾസോ വർക്ക്. നമ്മൾ ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണല്ലോ, അവരെ നിങ്ങൾ ഇതാക്കുകയല്ല യഥാർത്ഥത്തിൽ. ആക്ച്വലി യു ആർ ഇൻസെന്റിവൈസിങ് ദം.
അവർ പട്ടിണി കിടക്കാതിരിക്കുമ്പോൾ അവർ ഹങ്കർ ഇല്ലാത്ത അവസ്ഥയിൽ അവർ വർക്ക് ചെയ്യാതിരിക്കില്ലല്ലോ. കാരണം നമ്മളെ പട്ടിണി മാത്രമല്ല, ഇപ്പം മലയാളികൾക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടിയപ്പോൾ അവർ തിരിച്ചു പറഞ്ഞത് ഫുഡ് മാത്രമല്ല ഞങ്ങളുടെ പ്രധാന പ്രശ്നം എന്നാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദി റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റി നിങ്ങൾ അറിയാമെങ്കിൽ, നിങ്ങൾ സൊസൈറ്റിയിലെ പൾസ് അറിയാമെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അത് പിക്കപ്പ് ചെയ്യും. കാരണം എന്താണെന്നറിയാം, അവർ പറയുന്നത് കുട്ടീനെ പഠിപ്പിക്കണം, ഇന്റർനെറ്റ് വേണം, അതിന് ഇൻകം ഇല്ല, പക്ഷെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കിട്ടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, പട്ടിണി ഇല്ലായിരിക്കുന്നുണ്ട്. കൊച്ചിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കൊച്ചിന് അല്ലെങ്കിൽ ഒരു 4 പേര് വീട്ടിലുണ്ടെങ്കിൽ ഒരേ സമയം ക്ലാസ്, 4 സ്മാർട്ട് ഫോൺ അവർക്ക് വേണ്ടി വരും. അതാ അവർ പറയുന്നത് ഞങ്ങൾക്ക് ജോലി ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഹയർ ആയിട്ടുള്ള നീഡാണ് അവർ വരുന്നത്. അപ്പൊ അവരെ വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ ഇരിക്കില്ല, ദേ വിൽ വർക്ക്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. മലയാളികൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള അടിസ്ഥാനം ഇവിടെ എല്ലാം ഉള്ളത് കൊണ്ട് പോയതല്ല, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോയത്. 70s മൈഗ്രേഷന്റെ അടിസ്ഥാനം എന്താണ്? ഡിസ്പയറാണ്. അവര് മൈഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ടോട്ടൽ ഇൻകത്തിന്റെ 30% കേരളത്തിന്റെ GSDP-യിലത് റെമിറ്റൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റുകാർക്കൊന്നും വലിയ നഷ്ടം വരാത്തത്. ഞാനിത് പറയുമ്പോൾ വിഷമിപ്പിക്കുകയാണല്ലോ. ദിസ് ഇസ് ഓൾസോ എ ഫാക്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ റിഫ്ലക്ഷൻ. അല്ലെങ്കിൽ നമ്മുടെ സസ്റ്റൈനൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ഇൻകം ഫ്ലോ ആണ്. അല്ലെങ്കിൽ അതൊരു ക്രൈസിസ് ആയി മാറും. ഞാനിത് പറയാൻ കാരണമുണ്ട്, ഈ കൊറോണന്റെയും ഈ നിതാക്കത്തിന്റെയൊക്കെ ഒരു പോസ്റ്റ് പീരീഡിൽ ഒരുപാട് ആളുകൾ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയും കൂടി കേരളത്തിലുണ്ട്. അപ്പോൾ സാമ്പത്തിക വരുമാനത്തിന്റെ വളർച്ചയില്ലായ്മ മാത്രമല്ല, ഇവർ തിരിച്ചു വന്നാൽ ഇവരുടെ എംപ്ലോയ്മെന്റിനെ കുറിച്ചുകൂടി നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം എന്നുകൂടി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൊത്തത്തിൽ നമ്മുടെ ഈ സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് ഡിമോണിറ്റൈസേഷൻ, GST അതിനുശേഷം ഉണ്ടാക്കിയ കോംബോയും വളരെ വളരെ ഗുരുതരമായുള്ള ഒരു പ്രത്യാഘാതമാണ് കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടാക്കിയത് എന്നത് നിസ്സംശയം പറയാനാകും. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 2 വർഷം അതുണ്ടാക്കിയ എഫക്റ്റ്, അത് കരകയറാനാണ് നമ്മൾ അടുത്ത 2 വർഷവും വർക്ക് ചെയ്തത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ 2016 നവംബറിന് മുന്നേയുള്ള അവസ്ഥയ്ക്ക് താഴെ നിൽക്കാൻ കഴിയുന്നത്. അതിന് മുകളിൽ നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് തോട്ട് ഔട്ട് ചെയ്യാത്ത ഒരു നയ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലമാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചോദ്യം